ഹായ് എവ്രി വൺ. സോ ഇന്ന് നമുക്ക് ഒക്ടോബർ 1 ആണ്. നമ്മൾ 10th മന്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ ഗൈഡൻസസ് ആണ് നമുക്ക് മൂണോളജി കാർഡ്സ്, ഇന്ന് നമ്മൾ മൂണോളജി കാർഡ്സ് ആണ് എടുക്കുന്നത്. മൂണോളജി എന്തൊക്കെ ഗൈഡൻസസ് ആണ് നമുക്ക് തരുന്നത് എന്ന് നോക്കാം. പിന്നെ നാളെ നമ്മുടെ തേർഡ് മീൻസ് നെക്സ്റ്റ് ബാച്ച് 4th ബാച്ച് ടാരോ റീഡിങ്ങിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടെലഗ്രാമിൽ. ഫീസ് ഉണ്ടായിരിക്കും, ഫ്രീ ആയിരിക്കില്ല കേട്ടോ. ഏത് റീഡിങ്സും ഫ്രീ ആയിട്ടുണ്ടാവില്ല, പെയ്ഡ് ആയിരിക്കും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം, താല്പര്യമുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ടെലഗ്രാമിലാണ് ക്ലാസ്. പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ ക്ലാസ്സിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ ടെലഗ്രാം മീൻസ് ടാരോ കോഴ്സ് ഒരു 35 to 41 ഡേയ്സ് വരെ ഉണ്ടായിരിക്കും. അതിനുശേഷം 10 ദിവസം നിങ്ങൾക്ക് പ്രാക്ടീസ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിയർലി ഒരു 41 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 13 ദിവസം പിടിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് മൂണോളജിയാണ്. അപ്പോൾ ഇതിൽ കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്, കുറേ അവർക്ക്. അപ്പോൾ നമുക്ക് എന്താ പറയുക, റീഡിങ്സ് നോക്കാം. അപ്പോൾ നല്ല കമൻസൊക്കെ വരുന്നുണ്ട്. പിന്നെ ചിലവർക്ക് ഓരോ മേ ബി ഫ്രസ്ട്രേഷൻസ് ആയിരിക്കാം അവരുടെ ലൈഫിൽ. ഇപ്പോൾ കറണ്ട് ഫീലിങ്സും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ പാർട്ട്ണർ വേറെ മാരീഡ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല റീഡിങ്സ് വരുമ്പോൾ അവർക്ക് കിട്ടാത്തത് കൊണ്ടുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ് ആണ്. ദയവ് ചെയ്ത് ഫ്രസ്ട്രേഷൻസ് ഇവിടെ വന്ന് കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് കൂടുതൽ ബ്ലോക്കേജസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരുന്നത്. പിന്നെ ഇന്നലെ ഒരു ടെലിപ്പതി മെസ്സേജിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ടെലിപ്പതി മെസ്സേജസ് അയക്കാൻ പറ്റും. ഞാനത് ഹീലിങ്സ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് എന്തായാലും കോമൺ ആയിട്ട് ഞാൻ വീഡിയോ ഇനി ഗൈഡഡ് മെഡിറ്റേഷൻസ് ഇനി ഇടുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം വേണ്ടവർക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം നോക്കാം ഇന്ന് എന്ത് മെസ്സേജസ് ആണ്. ഒക്ടോബർ 1 എൻ്റെ ഇവിടുത്തെ കോട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ബ്ലെസ്സിങ്സ് ആണ് വേണ്ടത് എന്നാണ്. ലൈഫിൽ എപ്പോഴും ബ്ലെസ്സിങ്സ് ആണ് വേണ്ടത്. കാരണം ഒരു സിറ്റുവേഷൻ ഇപ്പോൾ എന്തെങ്കിലും ബ്ലോക്കേജസ് വരുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് അവിടുന്ന് നമുക്ക് കടന്ന് വരാൻ സാധിക്കും. എപ്പോഴും നമുക്ക് വേണ്ടത് ആശീർവാദമാണ്. ആരുടെയും വിഷമം എന്താ പറയുക, ശാപമോ അതൊന്നും വാങ്ങി വെക്കാതിരിക്കുക. അപ്പോൾ ഈ കമൻറ്റ്സ് വന്നിടുമ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടുമ്പോഴും ഓരോരുത്തർ വായിക്കുമ്പോൾ ഇവരെന്ത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ഇതാണെന്നുള്ള ചിന്തിക്കുമ്പോൾ അതും നിങ്ങൾക്കൊരു ആശീർവാദമല്ല വരുന്നത്. എന്താ പറയുക, അതിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫ് നന്നായി കൊണ്ടുപോകാൻ നോക്കുക. പിന്നെ നമ്മുടെ റീഡിങ്സ് ഇച്ചിരി എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചിലവർക്ക് പറയുന്ന കേൾക്കാം, ഒരു പേര് ഗുരു സംതിങ് എന്തോ പേരുള്ള ഒരാൾ പറയുന്നുണ്ടായിരുന്നു, ലൈക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഉത്തരം പറഞ്ഞിട്ട് പോയിക്കൂടെ, എന്തിനാ എത്ര എക്സ്പ്ലനേഷൻസ്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് റീഡിങ്സ് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. എൻ്റെ വേ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്കത് താല്പര്യമില്ലെങ്കിൽ കുറേ വേറെ ചാനൽസ് ഉണ്ട്, അതിലേക്ക് പോവാം. അതുപോലെ രാജീവ് പറയുന്നുണ്ടായിരുന്നു, ഇതൊന്നും അറിയുന്നില്ലെങ്കിൽ എന്തിനാണ് റീഡ് ചെയ്യാൻ വരുന്നതെന്ന്. അറിഞ്ഞിട്ടാണ് റീഡ് ചെയ്യുന്നത്. പിന്നെ എല്ലാം അറിയാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എവിടെയും. ആർക്കും എല്ലാം അറിയില്ല. ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഭൂമി ഒന്നും ജനിക്കില്ല. കാരണം നമുക്ക് കർമ്മം ഉള്ളത് കൊണ്ടാണ് ജനിച്ചത്. ദാറ്റ് മീൻസ് നമ്മൾ ഇംപെർഫെക്റ്റ് ആണ്. ഓക്കെ, ഞാൻ റിയൽ ആണ്. ഞാൻ എവിടെയും പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അത് വാദിക്കാനും പോകാറില്ല. ഞാനായിട്ട് തന്നെ ഇരിക്കാറ്. എൻ്റെ ഈ ചാനലിൻ്റെ മെയിൻ എയിം മീൻസ് സ്പിരിച്വാലിറ്റിയിലൂടെ നല്ല വെളിച്ചം കൊടുക്കുകയാണ്. കാരണം കണ്ടോ, ഇങ്ങനത്തെ കമൻറ്റ്സ് വരുമ്പോൾ ഇത്രയും മോശം എനർജിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കും നല്ല വെളിച്ചം കൊടുത്ത് അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ ആഫ്റ്റർ ഡെത്തും നിങ്ങൾക്ക് ഇതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ സഫർ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ നമുക്ക് റീഡിങ്സ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് തന്നെ എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ടഫ് സൈക്കിൾസ് അപ്രോച്ച് ആയിക്കൊണ്ടിരിക്കുക. എൻ്റെ അർത്ഥം ഇപ്പോൾ 9 കഴിഞ്ഞ് 10ലേക്ക് പോവുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ, നമ്മളുടെ ഒരു വലിയ രീതിയിലുള്ള കാർമിക്കായ സിറ്റുവേഷൻസിന് ഒരു അറുതി വന്നിട്ടുണ്ട്, എൻഡ് വന്നിട്ടുണ്ട്. ഫുൾ മൂൺ ഇൻ കാപ്രിക്കോൺ ആണ്. നമുക്ക് ഇനി ഈ ഒക്ടോബറിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സുകളുണ്ട്. ഇപ്പോൾ ഒക്ടോബർ 2 സോളാർ എക്ലിപ്സ് ഉണ്ട്, പിന്നെ ന്യൂ മൂൺ ഉണ്ട്, പിന്നെ റിട്രോഗ്രേഡ് വരുന്നുണ്ട്. മെർക്കുറി ഡയറക്റ്റും വരുന്നുണ്ട്. അതുപോലെ വേറൊരു പ്ലാനറ്റ് റിട്രോഗ്രേഡും വരുന്നുണ്ട്. അതിന് ആ സമയത്ത് അപ്ഡേറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മന്ത് കുറേ കാര്യങ്ങൾ നവരാത്രി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല സമയം. ആ സമയമൊക്കെ നിങ്ങൾ ഹീലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ യു വിൽ ഗെറ്റ് മോർ ബ്ലെസ്സിങ്സ്. ഓക്കെ, അപ്പോൾ എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുറേ മോശപ്പെട്ട സൈക്കിൾസ് അവിടെ അവസാനിക്കുകയാണ്. ഒരു ഫുൾ സ്റ്റോപ്പ് വരെയാണ്, പുതിയ ബിഗിനിങ്സ് ആണ്. ഓക്കെ, അടുത്ത കാർഡ് വന്നിട്ടുള്ളത് പ്രോസ്പെറിറ്റി ലൈസ് എഹെഡ്, നിങ്ങളുടെ ലൈഫിലേക്ക്. അപ്പോൾ ഈ സൈക്കിൾ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പോകുന്നത് എന്തിലേക്കാണെന്ന് അറിയുമോ? പ്രോസ്പെറിറ്റി, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച. ന്യൂ മൂൺ ഇൻ ടോറസ് മീൻസ് എർത്ത് സയൻസ് ആണ്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. എർത്ത് സയൻസിൻ്റെ പ്രത്യേകത ഒരു ഭയങ്കര പേഷ്യൻസ്, നല്ല ക്ഷമയുള്ള പേഴ്സൺസ് ആയിരിക്കും, ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും.
അവരെടുത്ത് ചാടി ഒന്നൊരു കാര്യങ്ങളിൽ തീരുമാനിക്കുക, ഭയങ്കര ഗ്രൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾക്ക് വേണമെന്നാണ് പറയുന്നത്. എന്ത് കാര്യങ്ങളും ഇപ്പോൾ ഒരു സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ 2 days കൊടുക്കുക, അപ്പോൾ തന്നെ സൊല്യൂഷൻസ് വരും. എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്. ഇത് നമ്മൾ ഷോർട്ട് കാർഡിൽ വന്നിട്ടുണ്ടായിരുന്നു, റൊമാൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുതിയൊരു പ്രണയം അല്ലെങ്കിൽ പുതിയൊരു ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ അവിടെ വരുന്നുണ്ട്. ഞാൻ നീക്കി വയ്ക്കാം, കാർഡ്സ് വിസിബിൾ അല്ല. ഓക്കെ, ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്. കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ. കുറേ പേര് റിലേഷൻഷിപ്പിൽ വെയിൻ വില്ലൻ എന്താ, ജെമിനി. ജെമിനി എന്ന് പറയുന്നത് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെയാണ്, ലൈക്ക് ത്രോട്ട് ചക്ര, നമ്മുടെ സോഡ്സൊക്കെ, ടാരോ കാർഡ്സ് സോഡ്സൊക്കെ വരുന്നത് എയർ സയൻസ്, ലൈക്ക് ജെമിനിയാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് തകരും. നന്നായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, തുറന്ന് സംസാരിക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയാതിരിക്കരുത്. അത് റിലേഷൻഷിപ്പ് തകർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസം വരുന്നത് കേട്ടോ. ഈ October 1 മാത്രമല്ല, ഇത് ഈ ഹോൾ മന്തും നമുക്ക് ഈ ഒരു എനർജീസ് ഉണ്ടായിരിക്കും. ആൻഡ് യെസ്, എഗെയിൻ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾസ് ബിഗിൻസ്. നിങ്ങളുടെ ലൈഫിൽ പുതിയ റൊമാൻറ്റിക് സൈക്കിൾസ് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പുതിയൊരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യണം. പഴയ സൈക്കിൾ എൻഡായിട്ട് ദർ ഇസ് എ ന്യൂ ബിഗിനിങ് കമ്മിങ് ഇൻ യുവർ ഓൾ ഏരിയാസ്. പുതിയ റീഡിങ്സ് മീൻസ് ലിബ്രയാണ്. ലിബ്ര എന്ന് പറയുന്നത് ബാലൻസിൻ്റെയാണ്. കുറേ പേര് ഇംബാലൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ബാലൻസിലേക്ക് വരിക, നിങ്ങളുടെ എനർജീസ് ഹീൽ ചെയ്യുക. ടൈം ടു ഗീവ് റേദർ ദാൻ ടേക്ക്. കുറച്ച് പേര് എടുത്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ ഉണ്ടായിരിക്കും, മറ്റുള്ളവരുടെ എനർജി, മറ്റുള്ളവരുടെ പൈസ, അത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, അറിയാതെ ആയിരിക്കാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ടൈം ടു ഗീവ്. കുറച്ചൊക്കെ ചാരിറ്റി ചെയ്യൂ. നിങ്ങൾ കുറേ അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ കുറച്ച് ധനം മറ്റുള്ളവർക്ക്, ഏറ്റവും യൂസ്ഫുള്ളായ ആൾക്കാർക്ക് കൊടുക്കും. അത് 100 പേരെ കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡിവൈന് മാത്രം പറഞ്ഞ് അവരുടെ ലൈഫിലേക്ക് കൊടുക്കുമ്പോൾ അവർ ലൈഫ് ചേഞ്ച് ആകുമ്പോൾ അതിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരും. കണ്ടോ, ന്യൂ മൂൺ ഇൻ വിർഗോ, എർത്ത് സൈൻ തന്നെയാണ്. ഹാർട്ട് ചക്ര, നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം കേട്ടോ. ആൻഡ് എക്സ്പെക്റ്റ് പവർഫുൾ ചേഞ്ച്. നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ പവർഫുൾ ചേഞ്ച് വരുന്നുണ്ട്. ന്യൂ മൂൺ എക്ലിപ്സ് ആണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള മാറ്റം. ചിലപ്പോൾ ആ ചേഞ്ച് ആദ്യം നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്നൊരു ലൈഫിലൊരു പാർട്ട്ണർ പോകുന്നു, വേറൊരാൾ വരുന്നു, അപ്പോൾ നമുക്കത് അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും. പക്ഷേ അത് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ചേഞ്ചിന് വേണ്ടി വരുന്നതാണ്. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് യൂണിവേഴ്സ്, നിങ്ങൾക്ക് ഇനിയും റിലീസ് ചെയ്യാനുണ്ട്. വാട്ട് ഡു യു നീഡ് ടു റിലീസ്? അത് നിങ്ങൾക്ക് ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ട് ഈ ഒരു ചോദ്യം ചോദിക്കും. ഞാൻ ഇനി എന്താണ് റിലീസ് ചെയ്യാനുള്ളത്? ഞാൻ എന്തെങ്കിലും പിടിച്ചു വെക്കുന്നുണ്ടോ? എൻ്റെ ഇമോഷൻസ്, അറ്റാച്ച്മെൻറ്റ്സ്, അഡിക്ഷൻസ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള മറ്റുള്ളവരെ കുറ്റം പറയുന്നത്, ഗോസിപ്പിങ്, ബാക്ക് സ്റ്റാബിങ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ മാറ്റാം. അതുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ഒരു ഉയർച്ച ഉണ്ടായിരിക്കില്ല. എനിക്ക് എപ്പോഴും താഴ്ചകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അത്രയും നിങ്ങൾ ഫോർഗിവ്നെസ് പിന്നെ ഇരുന്ന് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ബോട്ടം നമുക്ക് നോക്കി നോക്കാം എന്താണെന്ന്. ബാലൻസ്, സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി. അത് ശരിക്കും പറയുന്ന DMDF ബാലൻസിങ് ആണ്. നിങ്ങളുടെ മാസ്കുലിൻ എനർജിയും അതുപോലെ നിങ്ങളുടെ ഫെമിനിൻ എനർജിയും ബാലൻസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ കാർഡ്സൊക്കെ വളരെ എനിക്ക് നന്നായിട്ട് തോന്നി. കാരണം കുറേ ക്ലയൻസിനൊക്കെ റീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കും കൂടിയും പറയാനുള്ള ഇതൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രോസ്പെറിറ്റി ഉണ്ട്, സാമ്പത്തികമായിട്ട് ഉയരാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പുതിയ പ്രണയം വരുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇസ് എ കീ. ടൈം ടു ഗീവ് റേദർ ദാൻ ടേക്ക് പറയുന്നുണ്ട്. ന്യൂ റൊമാൻറ്റിക് സൈക്കിൾസ് ബിഗിൻസ് പറയുന്നുണ്ട്. പുതിയ സ്റ്റാർട്ട് വരുന്നുണ്ട്. ബാലൻസ്, സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി. പൈസസ് ആണ്, വാട്ടർ സൈൻ ആണ്. കുറേ പേര് ഇമോഷണലി, ഇത് കാണുന്ന ആൾക്കാർ കുറേ പേരൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാർ, ചെറിയൊരു കാര്യം വരുമ്പോൾ പെട്ടെന്ന് ഭയങ്കര വിഷമം വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഒരാൾ നന്നായി വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഫോർഗിവ്നെസ് കൊടുക്കുക. നമ്മുടെ എനർജീസ് റിലീസ് ചെയ്ത് കളയാം. അപ്പോൾ ബാലൻസ്, സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ രണ്ടും വേണം. കുറച്ച് സ്പിരിച്വൽ നോളജും വേണം. എന്നാൽ ഈ ഒരു സമയത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ. കാരണം അത്രയും ട്രിഗേഴ്സാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പേഴ്സൺ നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നത്? അതറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അവരോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ പുതിയ പുതിയ കർമാസ് ഓരോ ഡേ ഓപ്പൺ ചെയ്ത് വരികയാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് എൻ്റെ കർമ്മ കണക്കാണ്. അപ്പോൾ എനിക്ക് ചാനലിൽ മെസ്സേജസ് വരുമ്പോൾ എനിക്കറിയാം എൻ്റെ ഒരു അവരുമായിട്ടുള്ളൊരു കുഞ്ഞ് കാർമ്മ അക്കൗണ്ടാണ് സെറ്റിൽമെൻറ്റ് ആവുന്നത്. പക്ഷെ അവർക്ക് ആ വെളിവ് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെയും അവർ അത് ഈ ഒരു ചാനൽ മാത്രമല്ല ബാക്കിയുള്ള ഓരോ ചാനലിൽ പോയിട്ടും അവരത് അങ്ങനത്തെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് ഞാനൊരു ആക്ഷൻ എടുത്തതാണ് അങ്ങനെ. ഓക്കെ, അപ്പോൾ ഫുൾ മൂൺ ഇൻ പൈസസ് ആണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു മന്ത് നിങ്ങൾക്ക് ഉടനീളം പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കാൻ പറയുന്നത്, നിങ്ങൾ റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കുക. ടഫ് സൈക്കിൾസ് എൻഡ് ആയിട്ടുണ്ട് മക്കളെ. കുറേ പേർക്കൊക്കെ നിങ്ങളുടെ ഒരു ബാഡ് ഫേസ് കഴിഞ്ഞു. കുറേ പേർക്ക് റീഡ് ചെയ്യുമ്പോൾ റിവേഴ്സ് വീൽ ഓഫ് ഫോർച്യൂൺ വരാറുണ്ട്, ബാഡ് കർമ്മ. അപ്പോൾ അത് എൻഡായി പോകുന്നുണ്ട്. നിങ്ങളും അതിനു വേണ്ടി വർക്ക് ചെയ്യുക.
ഇപ്പോൾ കുറേ പേര് ക്രിസ്റ്റൽസ് വാങ്ങുന്നുണ്ട്. ശരിക്കും ക്രിസ്റ്റൽസ് വാങ്ങി ഇടുന്നതിന് മുന്നേ നിങ്ങളൊന്ന് നിങ്ങളുടെ എനർജി ഹീൽ ചെയ്തിട്ട് ഇടുമ്പോഴാണ് ഒന്നുകൂടെ എഫക്റ്റീവ് ആവുക. ഞാൻ പറയാറുണ്ട്, ചുമ്മാ ക്രിസ്റ്റൽസ് വാങ്ങി ഇട്ടിട്ടൊന്നും കൊണ്ട് വർക്ക് ചെയ്യില്ല. അവരുടെ എനർജി വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി വളരെ നെഗറ്റീവ് എനർജി ആണെങ്കിൽ ക്ലാഷ് വരും, അത് ന്യൂട്രലൈസ് ചെയ്ത് പോവുക ചെയ്യാം. മനസ്സിലായി? അപ്പം നമ്മൾ ഹീലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇത് ഇടുമ്പോൾ വളരെ എഫക്റ്റീവായിരിക്കും. നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള അബണ്ടൻസും റിലേഷൻഷിപ്പ് സക്സസ്, മാരീഡ് സക്സസ്. എനിക്ക് ഞാൻ മുന്നേ ഒരു ക്ലയൻറ്റിന് വാങ്ങി കൊടുത്തിട്ടുണ്ട് റോസ് ക്വാർട്സിൻ്റെ ഒക്കെ. അവർ ഹീലിംഗ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പോൾ അത് ഇട്ടതിന് ശേഷം എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു മാരേജ് പോസിബിലിറ്റി, മാരേജ് ഒക്കെ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാണ്. അപ്പോൾ നല്ല എനർജിയിലെ ക്രിസ്റ്റൽസ് വാങ്ങിയിടാം. ഓക്കെ, ഹീലിംഗ് ചെയ്തിട്ട് എനർജൈസ് ചെയ്തിട്ടുള്ളത് വേണം നിങ്ങൾ ഇടാൻ കേട്ടോ. അപ്പോൾ ഇതാണ് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസ് വേണ്ടടുത്ത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പുതിയ സൈക്കിൾസ് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ പഴയ പേഴ്സണുമായിട്ടുള്ള ഒരു സൈക്കിൾ ഓപ്പൺ ആവുന്നതായിരിക്കും, അല്ലെങ്കിൽ പഴയ ആൾ പോയിട്ട് ഒരു പുതിയ പേഴ്സൺ എൻട്രി ആയിരിക്കാം. നമ്മുടെ ലൈഫ് എപ്പോഴും ഒരു സ്പേസ് കൊടുക്കണം, അപ്പോഴാണ് പുതിയ എനർജി വരാനുള്ളത് അവർക്ക് വരാൻ സാധിക്കും. നമ്മളെല്ലാം പിടിച്ചു വെക്കുമ്പോൾ, സപ്രസ് ചെയ്ത് വെക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരാൻ സാധിക്കില്ല. നമുക്ക് ഏഞ്ചൽ ആൻസേഴ്സും കൂടി നോക്കിയിട്ട്, യെസ് 11:11 ഞാനിത് പറയുമ്പോൾ 11:11 ആണ് കേട്ടോ ടൈം കാണിക്കുന്നത്. ടൈം മീൻസ് റെക്കോർഡിങ്ങിൻ്റെ ടൈം, അത് കറക്റ്റാണ്. 11:11 വരുന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ദ ഫസ്റ്റ് കാർഡിൻ്റെ സക്സസ് കാർഡ് വന്നിട്ടുണ്ട്. ടേക്ക് ആക്ഷൻ. എനിക്ക് തോന്നുന്നു ടേക്ക് ആക്ഷൻ്റെ കാർഡ് പിന്നെയും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആക്ഷൻ എടുക്കുന്നിടത്ത് നിങ്ങൾ ആക്ഷൻ എടുക്കുക. 1 ഇയർ, ഒരു കൊല്ലം കൂടി നിങ്ങൾക്ക് ലൈഫിൽ പറഞ്ഞ രീതിയിൽ മെഡിറ്റേഷൻസും ഹീലിങ്ങും. നിങ്ങൾ മെഡിറ്റേഷൻസ് ചെയ്യാൻ അറിയില്ല, പക്ഷെ നിങ്ങൾ ഭയങ്കര അവയർനെസ്സിലിരിക്കുക. എന്ത് ചെയ്യുമ്പോഴും അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്ത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും. കുറേ പേര് തേർഡ് പാർട്ടി വരുമോ, തേർഡ് പാർട്ടി പോകാൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നത്. അത് അവരുടെ കർമ്മയാണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ അവർക്ക് പോകാൻ സാധിക്കും. നിങ്ങൾ തേർഡ് പാർട്ടിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അവരൊരിക്കലും പോവില്ല. നമ്മൾ എപ്പോഴും നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യണം, അപ്പോഴാണ് അവിടുത്തെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പോവുള്ളൂ. ഓക്കെ, മെഡിറ്റേഷൻസ് ബ്രിങ് ആൻസേഴ്സ്. ഇത് തന്നെയല്ലേ പ്രാക്ടിക്കാലിറ്റി, ബാലൻസ്, പ്രാക്ടിക്കാലിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന കാർഡ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ്. കാണുന്നവരോട് പറയാണ് യൂണിവേഴ്സ്, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യൂ. വേണ്ടാത്ത കാര്യങ്ങളിലേക്കും അല്ലെങ്കിൽ വേണ്ടാത്ത എനർജി നിങ്ങൾ വലിച്ചു കൊണ്ടുവരരുത്. പിന്നീട് നിങ്ങൾക്ക് സ്ട്രെസ് അല്ലെങ്കിൽ പല സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യും. എനർജി വളരെ പവർഫുള്ളാണ്. എനർജിയെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെഡിറ്റേഷൻസ് ബ്രിങ് ആൻസേഴ്സ് എന്ന കാർഡ് നന്നായി മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു തേർഡായിട്ടുള്ള ആ എല്ലാ നെഗറ്റീവായിട്ടുള്ള എനർജീസൊക്കെ ഈ മെഡിറ്റേഷൻസ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരു കാർഡും കൂടിയും എടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അൺലൈക്ക്ലി. കുറേ പേരൊക്കെ വിചാരിച്ച കാര്യങ്ങൾ അത്ര മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവില്ല, കാരണം നിങ്ങളുടെ എനർജി ലോ ആയതുകൊണ്ടാണ്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. തേർഡായി ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒക്ടോബർ മന്തിൻ്റെ റീഡിങ്സ് വന്നിട്ടുള്ളത്. ഇന്ന് ചെയ്യുന്നത് ഒക്ടോബർ മന്തിൻ്റെ റീഡിങ്സ് ആയിരുന്നു. കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് പറയുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ ത്രോട്ട് ചക്രയിൽ വർക്ക് ചെയ്യുക. 7 ചക്ര മെഡിറ്റേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെന്താണ്, നിങ്ങൾക്ക് ഓരോ ഹീലിങ്സ് ചെയ്യാം. എന്താണ് നിങ്ങളുടെ ഇഷ്യൂ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോൾ അത് വെച്ച് നിങ്ങൾ ഓരോ ഹീലിങ്സ് ചെയ്യാം. പ്രോസ്പെറിറ്റി, ഫിനാൻഷ്യൽ അബണ്ടൻസ് എല്ലാം ധാരാളമായിട്ട് ഈ മാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു സൈക്കിൾ എൻഡ് ചെയ്യേണ്ട ഒരു ഇതുണ്ടായിരിക്കും, അതിന് ശേഷം നല്ലൊരു മന്ത് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ റീഡിങ്സോ. അപ്പോൾ മെഡിറ്റേഷൻ നന്നായിട്ട് ചെയ്യുക, എല്ലാവരും സക്സസ്സിലേക്ക് വരാം. ആൻഡ് എന്താ പറയുക, സോ അതാണ് ഇന്നത്തെ റീഡിങ്. പിന്നെ നിങ്ങൾക്ക് റീഡിങ്സ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഇന്നും നാളേക്കായിട്ട് ബുക്ക്ഡ് ആണ്. അപ്പോൾ ഇന്ന് വന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യുമ്പോൾ മറ്റേതെങ്കിലും റീഡിങ്സ് കിട്ടും. കാരണം കുറേ റീഡിങ്സ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം 4 റീഡിങ്സ് ചെയ്യുള്ളൂ. അപ്പോൾ സ്ലോട്ട് ഇല്ലെങ്കിൽ ഇന്ന് തന്നെ റീഡ് ചെയ്യണമെന്ന് പറഞ്ഞ് വന്നാൽ എനിക്ക് റീഡ് ചെയ്ത് തരാൻ സാധിക്കില്ല. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ചിലവർ വന്ന് എനിക്കിപ്പോൾ തന്നെ റീഡിങ് ചെയ്ത് തരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയും, വേണ്ട, രാത്രിയൊന്നും ഞാൻ ചെയ്യില്ല. 10 മണി തൊട്ട് 5 മണിയുടെ ഉള്ളിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ദയവ് ചെയ്ത് കോൾ ചെയ്യാതിരിക്കുക. എത്ര പറഞ്ഞാലും പിന്നെയും പുതിയ ആൾക്കാർ കോൾ ചെയ്യുന്നുണ്ട്, ഞാൻ എടുക്കില്ല. ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. വാട്സപ്പ് നമ്പർ അതിൽ എഴുതിയിട്ടുണ്ട്, വാട്സപ്പ് മെസ്സേജ് ഓൺലി. അതിനർത്ഥം വാട്സപ്പ് മെസ്സേജ് മാത്രം അയക്കൂ, കോളിങ് ചെയ്യരുത് പ്ലീസ്. ഓക്കെ, അപ്പോൾ അതാണ് റീഡിങ്സ്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ടാരോ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാളെ തൊട്ടിട്ട്. 4th ബാച്ച്. ഇൻട്രസ്റ്റഡ് ആയിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്, താല്പര്യം ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങളൊന്നും കാര്യമായിട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകുന്നതായിരിക്കാം. മീൻസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. പിന്നെ എന്താണ്, ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ഉണ്ട്. നിങ്ങൾക്ക് വളരെ രീതിയിൽ ഭയങ്കരമായിട്ട് ഇമോഷണലി എല്ലാ രീതിയിലും തകർന്നിരിക്കുന്ന പേഴ്സൺ ആണെങ്കിൽ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ട് ഓഫ് അലൈൻമെൻറ്റ് ആയിരിക്കും. അലൈൻമെൻറ്റിൽ നിന്ന് പുറത്ത് നിൽക്കുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അലൈൻമെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്താലും പെട്ടെന്ന്
വർക്കാവും, പെട്ടെന്ന് ഈസി ആയിട്ട് വർക്കാവാൻ സാധിക്കും. അപ്പോൾ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് 7 ഡേയ്സിൻ്റെയാണ്. താല്പര്യമുള്ളവർക്ക് എൻ്റെ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.